പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ കോളേജുകളിലെ ബിടെക് അഡ്മിഷൻ, ബിഫാം അഡ്മിഷൻ, അതുപോലെ ആർക്കിടെക്ചർ അഡ്മിഷൻ കൂടാതെ മെഡിക്കൽ വിഭാഗത്തിൽ വരുന്ന 13ഓളം കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 10/4/2023 വെബ്സൈറ്റ് ലിങ്ക്, ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 20/4/2023. കീം എഞ്ചിനീയറിംഗിനും അതുപോലെ ഫാർമസി അഡ്മിഷനും വേണ്ടി എൻട്രൻസ് എക്സാം നടത്തപ്പെടുന്നത് 17/5/2022. മെഡിക്കൽ അഡ്മിഷനും അതുപോലെ BArc അഡ്മിഷനും വേണ്ടി കേരള എൻട്രൻസ് കമ്മീഷണർ എൻട്രൻസ് എക്സാമുകളൊന്നും നടത്തുന്നില്ല. മെഡിക്കൽ അഡ്മിഷന് വേണ്ടി ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന നീറ്റ് എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് April 6 ആണ്. ആർക്കിടെക്ചർ അഡ്മിഷന് വേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നാറ്റ എക്സാം ആണ്. ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെടുന്ന നാറ്റ എക്സാം ആണ്. അതിന് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് April 10 ആണ്. മെഡിക്കൽ അഡ്മിഷനും അതുപോലെ BArc അഡ്മിഷനും വേണ്ടി കേരളത്തിൽ എക്സാമുകളൊന്നും എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നില്ല എങ്കിലും നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ, CEയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരെ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലേക്കും അതുപോലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുകയുള്ളൂ. ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫീസ് എത്ര വരുമെന്നുള്ള കാര്യം നോക്കാം. എഞ്ചിനീയറിംഗ് അതുപോലെ ബിഫാം ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ 700 രൂപയാണ് ജനറൽ വിഭാഗം, OBC വിഭാഗം, അതുപോലെ ചില OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വരുന്നത്. അതേസമയം SC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 300 രൂപ മാത്രമാണ് വരിക. ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസൊന്നും നൽകേണ്ടതില്ല. എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ ബിഫാം ഇതിലേതെങ്കിലും ഒന്നിന് മാത്രം അപ്ലൈ ചെയ്താലും ഇതേ ഫീസ് തന്നെ വരുന്നതാണ്. ഇനി മെഡിക്കൽ അതുപോലെ ആർക്കിടെക്ചർ ഇതിന് രണ്ടിനും കൂടെ അപ്ലൈ ചെയ്യാൻ 500 രൂപയാണ് ജനറൽ OBC വിഭാഗങ്ങൾക്ക് വരുന്നത്. SC വിഭാഗത്തിന് 200 രൂപ നൽകിയാൽ മതി. ST വിഭാഗത്തിന് ഫീസൊന്നും നൽകേണ്ടതില്ല. ഇനി എല്ലാ കോഴ്സുകളും 4 വിഭാഗത്തിൽ വരുന്ന കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യാൻ 900 രൂപയാണ് ജനറൽ OBC വിഭാഗങ്ങൾക്ക് വരുന്നത്. SC വിഭാഗത്തിന് 400 രൂപയും ST വിഭാഗത്തിന് ഫീസൊന്നും നൽകേണ്ടതില്ല. അപ്ലിക്കേഷൻ നൽകിയ ശേഷം അപ്ലിക്കേഷൻ്റെ ഫോം നിങ്ങൾ എവിടേക്കും സെൻഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകളും മറ്റ് ഡീറ്റെയിൽസുകളും ഏതൊക്കെ എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം, അതുപോലെ SSLC 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് വേണം. ഇത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ഒന്നാണ്. അതുപോലെ ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് നിങ്ങൾ കേരളീയൻ ആണ് എന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ജനന സ്ഥലം നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് മതിയാകുന്നതാണ്. ഇതുപോലെ എല്ലാവരും അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ഒന്നാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ട രേഖ. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ എല്ലാവരും നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ഒന്നാണ് വിദ്യാർത്ഥിയുടെ ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ. ഏതെങ്കിലും വിഭാഗത്തിൽ റിസർവേഷൻ ഉള്ള വിഭാഗമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കേരള പർപ്പസിൽ വാങ്ങിയിട്ടുള്ള, സെൻട്രൽ പർപ്പസ് മതിയാകുന്നതല്ല, കേരള വിദ്യാഭ്യാസ ആവശ്യത്തിന് നിങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. NCL സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് കാലാവധി വാലിഡ് ആയാൽ മതിയാകുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. ഇതിൻ്റെയും കാലാവധി 1 വർഷം തന്നെയാണ്. ST അതുപോലെ ചില OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. വിഭാഗങ്ങൾക്ക് ചില കോളേജുകളിൽ ഫീസ് ഇളവ്, എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ അവരുടെ വരുമാനം, കുടുംബ വാർഷിക വരുമാനം പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഫീസ് ഇളവ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. സ്കീമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10/4/2023 ആണ് എങ്കിലും ഇത്തരത്തിലുള്ള സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് 20/4/2023 വരെ ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നിരന്തരം കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ്. പരമാവധി അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.